ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ഹോം ഓർഗനൈസേഷൻ ഐഡിയാസ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ എങ്ങനെ വളരെ നീറ്റായിട്ടും ഭംഗിയായിട്ടും അറേഞ്ച് ചെയ്ത് വെക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ഐഡിയാസാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം തന്നെ ഹോം ഓർഗനൈസേഷൻ, ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ എത്രയൊക്കെ നീറ്റാക്കി വെച്ചാലും ഒട്ടും തന്നെ നീറ്റായി ഇരിക്കാത്തൊരു ഏരിയ ആണ് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളുള്ള ഏരിയ അല്ലേ. പലപ്പോഴും അവരത് യൂസ് ചെയ്യുന്ന സമയത്ത് വലിച്ചു വാരിയിടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ അവരുടെ പെന്ന്, സ്കെച്ച്, പെൻസിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ കപ്പുകളിലൊക്കെ ആക്കി അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. പലപ്പോഴും കുട്ടികൾ അത് എടുക്കുന്ന സമയത്ത് വലിച്ചു വാരിയിടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സെപ്പറേറ്റ് നമ്മൾ കപ്പിൽ വെക്കുന്നതിനൊപ്പം തന്നെ ആ കപ്പെല്ലാം കൂടെ തന്നെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ടേബിളിൻ്റെ മുകളിൽ ഇതെല്ലാം വലിച്ചു വാരി കിടക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പം തന്നെ നമ്മൾ ആ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ചെയ്ത് എടുക്കുന്ന സമയത്തും അതെ, നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തെടുക്കുക. ഇത് ഓരോന്നായിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനും പറ്റും. അതുപോലെ തന്നെയാണ് സ്കൂൾ ബാഗുകൾ അല്ലേ. പലപ്പോഴും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ ടേബിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിൻ്റെ താഴെയായിട്ട് ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാഗുകളെല്ലാം അതിന് താഴെയായിട്ട് നമുക്ക് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ടേബിളിൻ്റെ മുകളിലൊന്നും ഉണ്ടാവില്ല. അവർക്ക് പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതുപോലൊരു ബാസ്ക്കറ്റ് നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാഗുകൾ മാത്രമല്ല, അതിനകത്ത് നമുക്കിപ്പോൾ അവരുടെ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ചാർട്ട് പേപ്പർ, പിന്നെ ഫോൾഡിങ് പേപ്പർ, അതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് നമ്മുടെ ടേബിളിൻ്റെ അടിയിൽ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് ബാഗുകൾ അല്ലേ. പ്രത്യേകിച്ച് ഓരോ ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ബാഗൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ബാഗൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കബോർഡിനകത്തൊക്കെ നമുക്ക് ഇതുപോലൊരു സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ ഹാങ് ചെയ്തിടുന്ന സ്പേസിൽ ഒരു കുറച്ച് ഭാഗം നമ്മൾ ഈ ഒരു ബാഗ് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ബാഗ് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലത്തെ നമുക്ക് ഹുക്കുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഇനിയിപ്പോൾ ഈ ഹുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ്ങർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് വയ്ക്കാമെന്ന് മാത്രം. എന്നിട്ട് ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ബാഗുകളൊക്കെ ഹാങ് ചെയ്ത് ഇടുകയാണെങ്കിൽ വളരെ കുറച്ചൊരു സ്പേസ് തന്നെ ബാഗുകളൊന്നും മടങ്ങും ചുരുങ്ങൊന്നും ചെയ്യാണ്ട് തന്നെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ഇനി ഇതുപോലെ ഹാങ് ചെയ്ത് ഇടാനുള്ള ഒരു സ്പേസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതുപോലത്തെ ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ബാസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗുകളെല്ലാം ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കബോർഡിനകത്ത് തന്നെ ഈസി ആയിട്ട് വെക്കാം. ഒട്ടും പൊടിയൊന്നും ആവാണ്ട് തന്നെ നമുക്കത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഈ ഒരു ടൈപ്പ് ഓർഗനൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗുകൾ നമ്മുടെ കബോർഡിനകത്ത് തന്നെ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് ജസ്റ്റ് നമ്മൾ നമ്മുടെ കബോർഡിൻ്റെ ഡോറിനകത്ത് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഒരുപാടൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഒരു 3-4 ബാഗൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ബാത്ത് ടവലുകൾ അല്ലേ. പലപ്പോഴും നമ്മൾ ധൃതി പിടിച്ചിട്ടായിരിക്കും ഒരു ബാത്ത് ടവലൊക്കെ തപ്പി നടക്കുന്നത്. അപ്പോൾ ആ ഒരു ബാത്ത് ടവലുകൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഒപ്പം തന്നെ നല്ല നീറ്റായിട്ട് നമ്മുടെ കബോർഡിൻ്റെ ഒരു ചെറിയ കോർണറിലൊക്കെ ആയിട്ട് തന്നെ നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാം. അതല്ല കുറച്ചുകൂടെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുണ്ടെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഉപയോഗിച്ച് ഈ രീതിയിൽ നമുക്ക്
ടവലുകൾ റോൾ ചെയ്ത് മടക്കിയതിന് ശേഷം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചാലും നല്ല നീറ്റായിട്ട് തന്നെ നമുക്കത് വെക്കാൻ പറ്റും. നമ്മൾ സാധാരണയായിട്ട് ക്രോക്കറി ഷെൽഫിൽ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ കബോർഡിലൊക്കെ ഇതുപോലത്തെ ട്രേസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ അതിനും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇതുപോലത്തെ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതുപോലത്തെ ബാസ്ക്കറ്റിലാകുമ്പോൾ വളരെ കുറച്ച് സ്പേസിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. അല്ലെ, ഏറ്റവും ഗുണമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ വലിച്ചു വാരി പുറത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് തന്നെ നമുക്കത് ഏത് വേണമെങ്കിലും എടുത്ത് തിരിച്ചതുപോലെ തന്നെ വെക്കാം. വളരെ നീറ്റായിട്ട് തന്നെ നമ്മുടെ ക്രോക്കറി ഷെൽഫൊക്കെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇരിക്കുകയും ചെയ്യും. പ്രോപ്പറായിട്ടൊരു വർക്ക് ഏരിയയോ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒന്നും ഇല്ലാത്തവർക്ക് ക്ലീനിങ് ടൂൾസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ കിച്ചണിൻ്റെ ഡോറിൻ്റെ ബാക്കിലൊക്കെ ആയിട്ടായിരിക്കും ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് അങ്ങനെ സ്പേസ് ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റിൽ നമ്മുടെ എല്ലാ ക്ലീനിങ് ടൂൾസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബാത്റൂമിൻ്റെ ഒരു ചെറിയ കോർണറിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കാണുകയൊന്നും ചെയ്യാണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഒന്നും ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇത്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത എല്ലാ ഐഡിയാസും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.